ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് എഗ്ഗിൻ്റെ വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ എഗ്ഗ് ക്വാളിറ്റിയോട് കൂടിയിട്ട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ ഇഷ്യൂസ് ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ളൊരു എഗ്ഗും ക്വാളിറ്റി ഉള്ളൊരു സ്പേമും തമ്മിൽ ജോയിൻ ആയാൽ മാത്രമേ ക്വാളിറ്റി ഉള്ളൊരു എംബ്രിയോ അവിടെ ഫോം ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടുക, നമ്മുടെ യൂട്രസിൽ ഓരോ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഇതെല്ലാം മാത്രമായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്കിവിടെ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഡബിളാക്കി എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇപ്പോൾ നിങ്ങളിൽ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതുപോലെ ഹിമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവുണ്ടെങ്കിൽ, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ എഗ്ഗിൻ്റെ ഗ്രോത്തിനെ വളരെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിസിഷ്യനെ പോയി കാണുകയോ അതല്ലെങ്കിൽ ഒരു ലാബിൽ സമീപിച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ പറയുക. അതിനുശേഷം അവർ പറയും നിങ്ങൾ ഇന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ നമുക്ക് റെഫർ ചെയ്യും, നിങ്ങൾ ഇങ്ങനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് വരാനായിട്ട് പറയും. അത് കണ്ടതിന് ശേഷം ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ എടുക്കുകയോ അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെഫിഷ്യൻസിയോ നിങ്ങളിലുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസിയെ നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിനെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും. വിറ്റമിൻസിൻ്റെ കുറവ് നമ്മളിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മിനറൽസിൻ്റെ കുറവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ ക്വാളിറ്റി ഉള്ള എഗ്ഗ് പുറത്ത് വരാതെയും, അതുപോലെ തന്നെ നമ്മളുടെ ഇംപ്ലാന്റേഷൻ ഇപ്പോൾ ക്വാളിറ്റി ഉള്ള എഗ്ഗ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എഗ്ഗ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ശ്രദ്ധിക്കുക. ഓവറായിട്ട് അതെല്ലാം കഴിക്കാനല്ല പറയുന്നത്, മിതമായിട്ടുള്ള അളവിൽ. നമുക്ക് അമിതമായി പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് കഴിക്കാതെ ഒരു ദിവസം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ 2 ഓറഞ്ച് എന്നുള്ള രീതിക്ക് കഴിക്കുക. അവോക്കാഡോ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവോക്കാഡോ കഴിക്കുക, അതുപോലെ മീൻ കഴിക്കുക, മുട്ട കഴിക്കുക. ഇപ്പോൾ മീനൊന്നും കഴിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ മീൻ ഗുളിക കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി നമ്മളിലുള്ളത് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇത്തരത്തിലുള്ള ഹെൽത്തി ഫുഡ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം തന്നെ നമ്മളുള്ള ആ ഒരു എഗ്ഗിൻ്റെ ഗ്രോത്ത് ഇരട്ടിയാക്കി കൊണ്ടുവരാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സസൈസ് ചെയ്യാനായിട്ട്. റേസിൽ നിന്നും ക്വാളിറ്റി ഉള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നതിനും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടി കൂട്ടുന്നതിനും ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അതെല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലോസ് വാട്ടർ കുടിക്കുക. നമ്മൾ ക്ലോവ് അടങ്ങിയിട്ടുള്ള ഗ്രാമ്പു അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളിൽ ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ക്ലോസ് വാട്ടർ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും കൃത്യമായിട്ടുള്ളൊരു ദിവസം എഗ്ഗ് പൊട്ടുന്നതിനും ക്വാളിറ്റിയോടുകൂടി പൊട്ടുന്നതിനും അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഗ്രാമ്പു അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നല്ലതാണ് റാസ്ബെറി ടീ കുടിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റാസ്ബെറി ടീ കുടിക്കാനാണ് കേട്ടോ. ഈ റാസ്ബെറി ടീയും നമ്മളിൽ ഓവുലേഷൻ നടക്കാനായിട്ടും ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മളെ ഒരുപാട് സഹായിക്കും. ഈ റാസ്ബെറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്രീൻ ടീ കുടിക്കില്ല, അതുപോലെ ടീ ബാഗിൽ നമുക്ക് അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ ഈ റാസ്ബെറി ടീയുടെ ടീ ബാഗ് അവൈലബിൾ ആണ്. ഒരു 2 ഗ്ലാസ് ചായ നമ്മൾ ഒരു ദിവസം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് നമ്മളിത് കുടിക്കുകയോ നല്ലതായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ടീ ബാഗ് മുക്കി വെച്ചിട്ട് നമ്മൾ കുടിക്കുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചതിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് പോലെ ഒരു അരക്കലം അല്ലെങ്കിൽ ഒരു ചായ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഗ്രീൻ ടീ ഇങ്ങനെ നമ്മൾ ഈ റാസ്ബെറി ടീ പൊട്ടിച്ച് അതൊഴിച്ച് അതെല്ലാം നേരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒരു ദിവസം 2 നേരം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒപ്പം സ്ട്രെസ് അല്ലാതെ നോർമലായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.